ദേവദാസി ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. ആ ഒരു ദേവദാസി ഐറ്റം നിനക്കുണ്ട്. അതുകൊണ്ട് നീ അത് അവിടെ കയ്യിൽ വെച്ചാ മതി. എന്താ ഈ പരിപാടി? ഈ സുനിത ദേവദാസിമാരും പ്ലക്കികളും ഒക്കെ വന്നിറങ്ങി റിവെഞ്ച് മോഡ് ഓണാക്കി വരുന്ന അതിന് ഇവനേതാ റിവെഞ്ച് എടുക്കാൻ? മരപ്പെട്ടി മരപ്പെട്ടി ഒന്നുകൂടി വിളിക്കണി പെട്ടി പെട്ടി. ഞാൻ നോക്കുമ്പോ നീയൊക്കെ വലിയ സംഭവം, ഞാനെന്തോ വലിയ വെടലിയായിട്ട്, എന്നാൽ ഇവന്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കുക. അങ്ങനെ നീയൊക്കെ കൂട്ടം കൂടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്ന ക്രെഡിബിലിറ്റി ഒന്നുമല്ല. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സഹിച്ച ത്യാഗം എല്ലാവരും അറിയണം. ത്യാഗം പോടപ്പുല്ലേ, ആണും തൂണും ഇല്ലാത്ത കുടുംബത്തിൽ കയറി ആളായതും പോരാ അവന്റെ ഒരു ഒലക്കേമ്പല ത്യാഗം. ഫ്ലാഷ് ബാക്ക്. സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ വരികയാണ്. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അവന്റെ ഭാര്യ ഒളിച്ചോടി പോയി എന്നവൻ എന്നോട് സമ്മതിച്ചു. പിന്നെ എന്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വീഡിയോ. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അതാ അതിന്റെ അന്തസ്സെന്ന് പറയുമായിരുന്നു. ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടണമെന്നാണ് മലയാളക്കരയിലെ 99% മനുഷ്യരും ആഗ്രഹിക്കുന്നത്, അല്ലേ? ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റായി വിളമ്പും. എല്ലാരും സാറ് പറഞ്ഞ അതേ അഭിപ്രായം. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. നമ്മൾ ഇന്നലെ അന്യരുടെ സ്വകാര്യ ജീവിതത്തിൽ കടന്നു കയറി സീക്രട്ട് ഏജന്റ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചും സുഹൃത്തുക്കളുടെ സ്വകാര്യ ജീവിതം പരസ്യപ്പെടുന്നതിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് സീക്രട്ട് ഏജന്റ് മറുപടി തന്നിട്ടുണ്ട്. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നതൊക്കെയാണ് അദ്ദേഹം തന്നിരിക്കുന്ന മറുപടി. അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ദേവദാസി എന്നാണ്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും സംശയം ഉണ്ടാകും എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന്. ദേവദാസി എന്ന വാക്കിന്റെ അർത്ഥം വേശ്യ എന്നാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? കമ്പ്യൂട്ടറിന് മുന്നിൽ വെച്ച് കറങ്ങുന്ന കസാല കറങ്ങും ദേവദാസി. കറങ്ങുന്ന കസേരയാണ് ഇപ്പൊ പ്രശ്നം. നല്ല എ ക്ലാസ് സുനിത ദേവദാസി ഫോർ കമ്മീസ്. ദേവദാസിയോടും പ്ലക്കിയോടും എനിക്ക് 10 പറയാനുണ്ട്. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഉല്ലാണെന്നല്ലേ? നല്ല രീതിയിൽ ഞാൻ ഇവിടുത്തെ കമ്മി രാഷ്ട്രീയക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്, സംഘി രാഷ്ട്രീയക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ കൊങ്ങിയാൾക്കും കൊട്ടിയിട്ടുണ്ട്, തുടാപ്പികൾക്കും കൊട്ടിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പൻ ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. പക്ഷെ ഈ കൊങ്ങി സുടാപ്പി കൊട്ടിന്റെ രസം കുറവാണ്. മാധവ് സുരേഷിനെ അടക്കം ഒരു സാധനം എടുത്തു വെച്ച് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള കമ്മിത്തരം. ഇത് കേട്ട് ഞാൻ ശരിക്കും ചിരിച്ചുപോയി. മാധവ് സുരേഷിന് വേണ്ടിയൊക്കെ വാദിക്കാൻ വക്കീലുണ്ട് ഈ നാട്ടില്. നിന്നെ പോലെ കമ്മി ക്യാപ്സ്യൂൾ വിഴുങ്ങി കമ്മിയാൾക്ക് ചെയ്ത് വിളിച്ച് രാവിലെ നീച്ചാ കഴിഞ്ഞാ മനുഷ്യനാവണം എന്ന് നടക്കുന്നതല്ല. അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ച് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രാവശ്യം വേറെ നല്ല ഡിറ്റർജന്റ് കിട്ടുമെന്ന് നോക്ക്. പിന്നെ ആഭാസ യൂട്യൂബർ ആണോ ആഭാസം ഇല്ലാത്ത യൂട്യൂബർ ആണോ എന്നുള്ളതൊക്കെ നാട്ടുകാർ തീരുമാനിച്ചോളും. ശരി, വീഡിയോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തീരുമാനിക്കട്ടെ.